പലപ്പോഴും നിങ്ങളുടെ തന്നെ വിചാരങ്ങൾ നിങ്ങളെ തകർക്കാറുണ്ട്, ബന്ധങ്ങളിൽ അകലം കൂട്ടാറുമുണ്ട്. എങ്ങനെയാണെന്നറിയോ? നമ്മൾ എപ്പോഴും കാര്യങ്ങൾ ഇങ്ങനെ അസ്യൂം ചെയ്യും. അവർ ഉദ്ദേശിക്കുന്നത്, അവർ പറഞ്ഞത്, അവർ ചെയ്തത്, ചെയ്യാത്തത്, അങ്ങനെ പലതും വ്യത്യസ്തമായിട്ടുള്ള കൂട്ടുകളിട്ട് നമ്മുടെ മനസ്സിൽ വെന്ത് പാകമായി വരുന്ന ഒരു അവസ്ഥയാണ് അസംഷൻ എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ വിചാരങ്ങൾ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത് കേട്ടോ. അതായത് അവരുടെ നിശബ്ദത, കുറച്ചു സമയം അവർ വേറെന്തോ ഒന്ന് ആലോചിക്കുകയാണെങ്കിൽ പോലും നമ്മൾ അവരുടെ സൈലൻസിനെ നന്നായി തന്നെ അങ്ങ് റീഡ് ചെയ്യും. അതിനുശേഷം അവരുടെ ബോഡി ലാംഗ്വേജ് കീൻ ആയിട്ടൊന്ന് ഒബ്സർവ് ചെയ്യാനായിട്ട് തുടങ്ങും. ദേഷ്യമുള്ളപ്പോൾ മാത്രമാണ് ഇങ്ങനെ നടക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുള്ളപ്പോൾ മാത്രമാണ് ഇങ്ങനെ നടക്കുക, ഒന്നും നമ്മൾ ചോദിക്കില്ല. ഇതൊക്കെ പോട്ടെ, അവർ നമ്മളോട് സംസാരിച്ചതിന്റെ ആ ഒരു ടോണിൽ എന്തെങ്കിലും ചേഞ്ച് വന്നാൽ തന്നെ കുറെ തവണ അതിങ്ങനെ റീപ്ലേ ചെയ്യും നമ്മുടെ മനസ്സിൽ. ആ കോൺവെർസേഷൻ 1000 തവണ റിപ്പീറ്റ് അടിച്ച് ഇങ്ങനെ വന്നോണ്ടേയിരിക്കും. റിവൈൻഡിങ് ആണ്. ഒരു സിനിമയുടെ ക്ലിപ്പ് നമ്മളിങ്ങനെ റിവൈൻഡ് ചെയ്ത് ഒത്തിരി തവണ കണ്ടാൽ തന്നെ ബോറടിക്കും അല്ലെ? പക്ഷെ നമ്മളായിട്ട് കണക്ക് കൂട്ടിയെടുക്കുന്ന ഈ അസംഷൻസ് നമുക്ക് ബോറടിക്കാറേ ഇല്ല. പക്ഷെ ആ ബോറടി കുറച്ചൊന്ന് വരണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ആ അസംഷൻസ് ഒക്കെ റിയാലിറ്റി ആണ് എന്ന് തന്നെ നമ്മൾ വിചാരിച്ചു പോകും അല്ലെ? റിയാലിറ്റിയേക്കാൾ ഒത്തിരി ഭയാനകമാണ് നമ്മൾ വിചാരിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ. അസ്യൂം ചെയ്യല്ലേ. അസ്യൂം ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിനൊക്കെ എവിഡൻസ് ഉണ്ടോ, അല്ലെങ്കിൽ അതൊന്ന് ചോദിച്ച് ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കുമോ, ഒക്കെ വേണം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിചാരങ്ങൾ തന്നെയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വില്ലനായിട്ട് മാറുന്നത്. യു ഡിസേർവ് എ പോസിറ്റീവ് ലൈഫ്. ലെറ്റ്സ് ട്രാൻസ്ഫർ ടു ഇൻസ്പയർ.